മാരകമായ കുളി. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കുളികളുണ്ട്. 3 സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ ഷർറ് നമ്മൾ കേൾക്കും, അഥവാ ശൈത്താനീയത്തിന്റെ ഷർറ് നമ്മൾ കേൾക്കും. പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാകൂല, ഒരു സമാധാനം ഉണ്ടാകൂല, ഒരു റാഹത്ത് ഉണ്ടാവൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമയാകും. എത്ര ഗുളിക കുടിച്ചാലും എത്ര ഡോക്ടറെ കണ്ടാലും നമ്മളെ ശരീരത്തിന് ആ മരുന്ന് ഏൽക്കുകയില്ല. നമ്മളെ ശരീരത്തിന് പ്രതിരോധ ശേഷി കുറയുമെന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതാണ് ആ 3 കുളികൾ, ഏതാണ് ആ 3 സമയങ്ങൾ എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ. മഹാന്മാര് പറയുന്നുണ്ട്, വയുക്റഹു അയ്യദ്ഖുലഹു ഹമ്മാമിൽ, കുളിപ്പരയിൽ പ്രവേശിക്കൽ കറാഹത്താണ്. ഖുബൈലൽ മഗ്രിബി, മഗ്രിബിയുടെ തൊട്ട് മുമ്പായി. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, കുളിക്കാതെ രാവിലെയും കുളിക്കൂല, ഉച്ചക്കും കുളിക്കൂല, പിന്നെയും കുളിക്കൂല, പിന്നെയും കുളിക്കൂല. എന്നിട്ട് അവസാനം കുളിക്കുന്ന സമയപ്പോഴാ ആ ബറക്കത്താക്കപ്പെട്ട രാത്രി വരുന്ന റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. ആ സമയത്താണ് ചില ആളുകൾ കുളിപ്പരയിലേക്ക് പോകുന്നത്. അങ്ങനെ ആ സമയത്ത് കുളിപ്പരയിലേക്ക് പോകാൻ പാടില്ല, അത് കറാഹത്താണെന്ന് ഫുഖഹാക്കൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ആ സമയത്ത് നമ്മൾ ഹമ്മാമിലേക്ക് പ്രവേശിച്ചാൽ പൈശാചികമായ ഷർറ് നമ്മൾക്ക് ഏൽക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം ബൈനൽ ഇശാഇ വൽ മഗ്രിബ്, ഇശാ മഗ്രിബിന്റെ ഇടയിൽ. ഇശാ മഗ്രിബിന്റെ ഇട എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വളരെയേറെ പുണ്യമുള്ള ഒരു സമയമാണ്, വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങരുതേ എന്നും നമ്മളോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇശാ മഗ്രിബിന്റെ സമയം. ആ ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുളിപ്പരയിലേക്ക് പോകല്ല വേണ്ടത്, അത് കുളിക്കേണ്ട സമയമല്ല എന്നാണ് ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ചോദിക്കാനുണ്ടാകും, ഉസ്താദെ ജോലി കഴിഞ്ഞ് വരുന്നതൊക്കെ ചിലപ്പോ മഗ്രിബിയുടെ ആ തൊട്ട് സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ഇശാ മഗ്രിബി കഴിഞ്ഞു വരുന്ന സമയത്തായിരിക്കും, അപ്പൊ കുളിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ നിർബന്ധിത ഘട്ടത്തിൽ കുളിക്കാമെന്നല്ലാതെ നമ്മളിപ്പോ സംസാരിക്കുന്നത് ആവശ്യമില്ലാതെ സമയം വൈകിച്ച് പിന്നെയും വൈകിച്ച് ആ മഗ്രിബിയുടെ മുമ്പ് കുളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ്. അതല്ലെങ്കിൽ ഇശാ മഗ്രിബിയുടെ മുമ്പ് ഇടയിൽ കുളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫുഖഹാക്കൾ ഈ സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം? ലിഅന്നഹു വഖ്തുൻ ഇംതിശാനു ശയാത്തീൻ, ശൈത്താന്മാർ വ്യാപിക്കുന്ന സമയമാണ് ആ സമയം. ശൈത്താന്മാർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടത്തിയ കാര്യം. ആരുടെയൊക്കെ വീട്ടിലാണ് ഖുർആൻ ഓതുന്നത്, ആരൊക്കെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്, ആരൊക്കെയാണ് പള്ളിയിലേക്ക് പോകുന്നത്, ആരൊക്കെയാണ് സൂറത്തുൽ വാഖിയ ഓതുന്നത്, ആരൊക്കെയാണ് സൂറത്തുൽ മുൽക്ക് ഓതുന്നത്, ആരൊക്കെയാണ് യാസീൻ ഓതുന്നത്, ആരൊക്കെയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്, ആരൊക്കെയാണ് ദിക്ർ ചൊല്ലുന്നത്, ആരൊക്കെയാണ് മൗലൂദ് ഓതുന്നത്. ഇങ്ങനെ നടന്ന് ശ്രദ്ധിക്കായിരിക്കും ശൈത്താന്മാര് ആ സമയത്ത്. കാരണം എന്താ? അങ്ങനെ ശ്രദ്ധിക്കൂല്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇവരൊക്കെ പയപ്പിക്കാൻ ശൈത്താന്മാര് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലും അതുപോലെ തന്നെ മഗ്രിബിയോട് അടുത്ത സമയം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മൾ ഹമ്മാമിൽ കയറിയാല്, കുളിപ്പരയിൽ കയറിയാല് എന്തായിരിക്കും നമ്മളെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച കാര്യം. ശൈത്താന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വീടാണ് ഹമ്മാമ്, ബാത്റൂം എന്നൊക്കെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. ആ സമയത്ത് ശൈത്താൻ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽനി ബൈതൻ ഫിൽ അർളി, എനിക്ക് ഭൂമിയിൽ വീട് വേണം. സ്വർഗത്തിൽ നിന്ന് എന്നെ ഏതായാലും പുറത്താക്കി, ഇന്ന് ഞാൻ ഇനി ഭൂമിയിൽ എവിടെയാണ് താമസിക്കുക? എനിക്ക് ഭൂമിയിൽ ഒരു വീട് വേണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അള്ളാഹു കൊടുത്ത വീടാണ് അൽ ഹമ്മാം, ബാത്റൂം, കുളിപ്പര എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ 2 സമയങ്ങളിലും നമ്മൾ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ പാടില്ലാത്ത മറ്റൊരു സമയമാണ് 10 മണിയുടെയും 4 മണിയുടെയും ഇടയിൽ. ഇത് പ്രത്യേകം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമ്മമാരെ, ഈ സമയത്ത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാല് ഒരിക്കലും തലവേദന വിട്ടുമാറുകയില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് കുളിക്കാൻ പാടില്ല എന്നുള്ളത് ഡോക്ടർമാര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മഹാന്മാരും നിർദ്ദേശിച്ചതായി കാണാം. ഈ ചില ഉമ്മമാരൊക്കെ ഈ സമയത്താണ് കുളിക്കുക. 1 മണിക്ക്, 2 മണിക്ക്, 12:30-ക്ക്, 1:30-ക്ക്, 11:30-ക്ക്, ഇങ്ങനെ രാവിലെ കുളിക്കാൻ സമയമൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ വഴുകിപ്പിച്ച് ആ 2 മണിയും 12:30-യൊക്കെ ആകാൻ കുളിക്കാൻ കാത്തു നിൽക്കുന്ന ചില ഉമ്മമാരുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേക
പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്തൊക്കെ നമ്മൾ കുളി പതിവാക്കിയ, എന്നെങ്കിലൊക്കെ കുളിക്കുന്നവരോടല്ല, എന്നും ഈ സമയത്ത് കുളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ചില സഹോദരിമാരുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകും. രോഗപ്രതിരോധ ശേഷി കുറയുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ എപ്പോഴാ കുളിക്കേണ്ടത്? അതിരാവിലെ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് കാണാം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു, മോളെ ഉമ്മു സലമ, നീ അടുക്കളയിലേക്ക് കയറുന്നതിന്റെ മുമ്പ്, രാവിലെ അടുക്കളയിലേക്ക് കയറുന്നതിന്റെ മുമ്പ് കുളിച്ചുകൊണ്ടായിരിക്കണം അടുക്കളയിലേക്ക് കയറേണ്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതായി